ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചെടികൾ വളർത്തുന്നവർ നേരിടുന്ന പ്രധാന ഒരു പ്രശ്നമാണ് മുഞ്ഞ, ഇലപ്പൻ, മീലിമുട്ട എന്നിവയുടെ ആക്രമണം. അതുപോലെ നമ്മുടെ ചെടിയുടെ വളർച്ച കുറയുകയും ചെടി നശിച്ചു പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. വളരെ സിമ്പിളായി നമുക്കിതിനെ നമ്മുടെ കൃഷിയിടത്തു നിന്ന് മാറ്റി നിർത്താൻ പറ്റും. ജൈവ മാർഗ്ഗത്തിൽ തന്നെ നമുക്കിതിനെ മാറ്റാൻ പറ്റും. രാസകീടനാശം ഒന്നും തന്നെ തളിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ കിട്ടുന്ന നിസ്സാരമായ സാധനം കൊണ്ട് നമുക്കിതിന് നല്ല രീതിയിൽ അതിൻ്റെ ശല്യം കുറയ്ക്കാൻ പറ്റും. അതിന് വേണ്ടത് കുറച്ച് കാന്താരിയും കുറച്ച് പച്ചമഞ്ഞളും അതിനൊക്കെ നാരങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതിൻ്റെ എല്ലാ സ്മെല്ലൊക്കെ കാരണം പിന്നീട് അത് വരില്ല. അപ്പോൾ ഇത് നല്ല കണക്കൊന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് കണക്കൊന്ന് മിക്സിയിൽ നല്ല കണക്ക് അടിച്ചെടുക്കുക വേണം. എന്നിട്ട് നല്ലൊരു അരിപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയായി അരിച്ചെടുക്കുക. ഒട്ടും തന്നെ അതിൻ്റെ തരികളൊന്നും കാണാൻ പാടില്ല. കാരണം നമ്മൾ പിന്നീട് സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടമുണ്ടെങ്കിൽ അതിനകത്ത് സ്പ്രേയർ പന്നലായി പോകും. അതുകൊണ്ട് അരിച്ച് തന്നെ എടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വേണം അടിക്കാൻ, നേരിട്ട് അടിക്കരുത്. ഡൈല്യൂട്ട് ചെയ്ത് വേണം അടിക്കാൻ. ഇതിന് അല്പം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ചേർത്ത് അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നതിന് മുമ്പ് ഇതിലൊരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിക്കണം. അത് ഈ ഇലയിലൊക്കെ ഇതൊന്ന് പറ്റിപ്പിടിച്ചിരിക്കാനാണ്. ജസ്റ്റ് ഒന്ന് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പോലെ കുറച്ച് ദിവസം അതിൽ തന്നെ അതിൻ്റെ മണവും ആ ഏരിയയൊക്കെ അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് സോപ്പ് ഉപയോഗിക്കുന്നത്. ഹാൻഡ് വാഷ് അല്പം ഒഴിച്ചാൽ മതി. പിന്നീട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ചെയ്ത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് ഡൈല്യൂട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് നേരത്തെ കണക്ക് ശല്യമുള്ള മീലിമുട്ടയോ അല്ലെങ്കിൽ മുഞ്ഞയൊക്കെ പറ്റിപ്പിടിച്ച സ്ഥലത്തോട്ട് ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിറ്റേ ദിവസമാകുമ്പോൾ അതെല്ലാം ചത്തുപോയിരിക്കും. പിന്നീട് ഇത് ജൈവമാർഗ്ഗം വേണ്ട ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് അതിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് പിന്നീട് ഇതിൻ്റെ ശല്യം നല്ല നമുക്കിത് കുറഞ്ഞു കിട്ടും. രാസകീടനാശിനിയൊക്കെ ആണെങ്കിൽ ഒരു വട്ടം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നീട് അത് തീരെ വരില്ല. എന്നാലും ജൈവമാർഗ്ഗം ആകുമ്പോഴത്തേന് ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ ഒന്ന് ആവർത്തിക്കണം. ഇതിനൊക്കെ നല്ല രീതിയിൽ അവിടെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് നാളത്തേക്ക് ഇതിൻ്റെ ശല്യം കാണത്തില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിനെ കൊണ്ടുവയ്ക്കുന്നത് മെയിനായിട്ട് ഉറുമ്പാണ്. ഉറുമ്പിൻ്റെ ഒരു കൃഷിയിടം തന്നെയാണ് നമ്മുടെ ചെടികളെന്ന് പറയാം. ഉറുമ്പ് ഇതിനെ കൊണ്ടുവയ്ക്കുകയും ഈ പ്രാണിയിൽ ചെടിയിൽ നിന്ന് അതിൻ്റെ ഒരു ചാറും മറ്റൊക്കെ ഊറ്റി കുടിച്ച് ജീവിക്കുകയും പിന്നീട് ഒരു മധുരമുള്ള സ്രവം ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അത് കുടിക്കാനായിട്ടാണ് ഉറുമ്പ് വരുന്നത്. അതിൻ്റെ ഉറുമ്പ് ഇതിൻ്റെ മുട്ടയും ഇതിൻ്റെ കുഞ്ഞു ജീവികളെയൊക്കെ പലയിടത്തായിട്ട് കൊണ്ടുപോയി ചെടി മൊത്തത്തിലാക്കുകയും അതിന് ആഹാരം കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ചെടി കിളിച്ച് വരുന്ന ഇലയിലാണ് മിക്കപ്പോഴും ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ വളർച്ച മുരടിക്കുകയും നമുക്ക് ചെടി തന്നെ പിന്നീട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിനൊക്കെ നമ്മുടെ വീട്ടിലുള്ള ജൈവ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ആഴ്ചയിൽ 2 വട്ടമൊക്കെ ഇതിനൊക്കെ അടിക്കുകയാണെങ്കിൽ പിന്നീട് ഇതിൻ്റെ ശല്യം തീരെ ഇല്ലാതെ തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.